ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. തുടക്കമേ ഒരു ചോദ്യമാണല്ലേ നിങ്ങളുടെ മുന്നിലെ. ഓക്കെ, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. സോ ഡിഗ്രി ലെവൽ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിഗ്രി നോട്ടിഫിക്കേഷൻസ്, ലെവൽ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാനുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പല പുതിയ ബാച്ചസും തുടങ്ങാനുള്ള പ്ലാനിലാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മെയിൻസിലെ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, വേൾഡ് ജോഗ്രഫിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സോ ഇവിടുത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രേറ്റ്സ് സെപ്പറേറ്റ്സ് റഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക? നോർത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇതൊരു ജോഗ്രഫിക്കൽ ടേം ആണ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ട്രേറ്റ്, ലോകത്തിലെ മറ്റു പല സ്ട്രേറ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകണം കേട്ടോ. സോ മേജർ സ്ട്രേറ്റ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ട്രേറ്റുകൾ എന്ന് പറയുന്നത്. എന്റെ പേര് പ്രശാന്ത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ സ്ട്രേറ്റുകളിലെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. പാക് സ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ബേറിംഗ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, സ്ട്രേറ്റ് ഓഫ് മെഗലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ട്രേറ്റുകളൊക്കെ തന്നെയാണ്. അപ്പൊ എന്താണ് ആദ്യം സ്ട്രേറ്റ് എന്ന് പഠിച്ചിട്ട് നമുക്ക് ഓരോ സ്ട്രേറ്റുകളുടെയും പ്രത്യേകത, അതേപോലെ തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ സ്ട്രേറ്റിനെ പറ്റിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ് ഇവിടെ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. എ സ്ട്രേറ്റ് ഈസ് എ തിൻ ചാനൽ ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് നാരോ പാസേജ് ഓഫ് വാട്ടർ ദാറ്റ് കണക്ട്സ് ടു സീസ് ഓർ ടു അതർ ലാർജ് ഏരിയ ഓഫ് വാട്ടർ. ഓക്കെ, അതായത് രണ്ട് കടലുകളെയോ അല്ലെങ്കിൽ രണ്ട് ലാർജ് ഏരിയാസ് ഓഫ് വാട്ടറുകളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാരോ പാസേജുകളെയാണ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ഗ്രാഫിക്കലി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ലാൻഡ് മാസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലാൻഡ് മാസ് 1 എന്നും അതേപോലെ തന്നെ ലാൻഡ് മാസ് 2 എന്നും കൃത്യമായിട്ട് തന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ രണ്ട് ലാൻഡ് മാസുകൾക്കിടയിൽ ഒരു ചെറിയ ഒരു വാട്ടർ വേ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ സ്ട്രേറ്റിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോണേ. രണ്ട് തരത്തിൽ ഇതിനെ നമുക്ക് സ്ട്രേറ്റ് നമുക്ക് പറയാം. പ്രത്യേകിച്ചും നമുക്ക് സ്ട്രേറ്റിനെ പറയാൻ പറ്റുന്നത്, ഇവിടെ ഒരു സീ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ബോഡി ഉണ്ട് 2. ഓക്കെ, ദിസ് ഈസ് ദ 1, C1 അല്ലെങ്കിൽ ഓഷ്യൻ ബോഡി 1. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഈ സ്ട്രേറ്റ് തന്നെയാണ്. ചോദ്യത്തിൽ നമ്മൾ എന്താ കണ്ടത്, ചോദ്യത്തില് റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തെയും അതേപോലെ നോർത്ത് അമേരിക്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണ്? അപ്പൊ ആക്ച്വലി ഈ സ്ട്രേറ്റുകൾ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോമുകൾ അല്ലെങ്കിൽ ലാൻഡുകൾ ഏതൊക്കെയാണ്, ഒപ്പം തന്നെ ഇത് കണക്ട് ചെയ്യുന്ന ഈ രണ്ട് വാട്ടർ ബോഡീസിനെയും, വലിയ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ രണ്ട് കടലുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ സ്ട്രേറ്റ് രണ്ട് തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എനിവേ, സ്ട്രേറ്റുകളുടെ പ്രധാനത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രധാനപ്പെട്ട സ്ട്രേറ്റുകളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ സ്ട്രേറ്റുകൾ എന്തൊക്കെയാണ്? സ്ട്രേറ്റ്സ് ഓഫ് ദ വേൾഡ്സ് ആർ യൂസ്ഡ് ബൈ കൊമേഴ്സ്യൽ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ടു ട്രാവൽ ഫ്രം വൺ സീ ടു എക്സ്ക്ലൂസീവ് സോൺ, എക്കണോമിക് സോൺ ടു അനദർ സീ, ആൻഡ് ദേ ആർ ഓഫ് ഇമ്മൻസ് സ്ട്രാറ്റജിക് ആൻഡ് കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ്. നമ്മൾ കണ്ടു, ഈ കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് കണ്ടു, ഒപ്പം തന്നെ സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് IR റിലേറ്റഡ് ആയിട്ടുള്ള, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സ്ട്രേറ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, പ്രധാനപ്പെട്ട സ്ട്രേറ്റുകളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട മെയിൻ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ നാച്ചുറൽ പ്രോസസ്സുകൾ. ഓക്കെ, നാരോവർ ദാൻ സീസ് ഇറ്റ് കണക്ട്. അപ്പൊ രണ്ട് സീകളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പറഞ്ഞു. രണ്ട് കടലിനേക്കാളും നാരോവർ ആയിരിക്കും ഈ പറഞ്ഞ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. നാവികൾ ആയിരിക്കണം. അതാണ് ഈ കൊമേഴ്സ്യൽ ഷിപ്പിങ്ങിനും അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസിനും നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം
നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു സ്ട്രെയിറ്റ് തന്നെ നമുക്ക് പഠിച്ചു പോവാം. അതെന്ന് പറയുന്നത് പാക് സ്ട്രെയിറ്റ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇങ്ങനത്തെ നമുക്ക് ജോഗ്രഫിക്കൽ ടേമുകൾ പറയുന്ന സമയത്ത് നമുക്കത് മഗപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് തന്നെ മാപ്പിലൂടെ തന്നെ കണ്ടു മനസ്സിലാക്കാം. അതായത് പഠിച്ചു മനസ്സിലാക്കുന്നതിന് മുൻപ് അത് കൃത്യമായി കണ്ടു മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് ജോയിൻ ചെയ്യുന്ന രണ്ട് വാട്ടർ ബോഡീസിനെ തമ്മിൽ നമുക്ക് പറയാം. മറ്റൊന്ന് ഏതെല്ലാം രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കിടയിൽ, ചിലപ്പോൾ ഒരു രാജ്യത്തിൽ ഉള്ളിൽ തന്നെ സ്ട്രെയിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഏതാണ് ആ ലൊക്കേഷൻ എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് പാക് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, ഈ പാക് സ്ട്രെയിറ്റ് കൃത്യമായി ശ്രദ്ധിക്കുക. പാക് ബേയിനെയും ബേ ഓഫ് ബംഗാളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. പാക് ബേ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, പാക് ബേ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമാണ്. സോ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാലും വിരോധമില്ല. പക്ഷെ ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായിട്ടുള്ള, യഥാർത്ഥത്തിൽ ജോയിൻ ചെയ്യുന്നത് ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായിട്ടുള്ള പാക് ബേയും, ഇപ്പൊ അതായത് ഇതാണ് പാക് ബേ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഭാഗമാണ് പാക് ബേ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാക് ബേയിനെയും തൊട്ട് മുകളിൽ കിടക്കുന്ന ബേ ഓഫ് ബംഗാളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിലാണ് ഈ പറഞ്ഞ പാക് സ്ട്രെയിറ്റ് വേർതിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഒരു സ്ട്രെയിറ്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ. അപ്പൊ ഈ പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഒരു അതിർത്തിയായിട്ടും പലപ്പോഴും പറയാറുണ്ട്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോ ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ട്രെയിറ്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതില് നമുക്ക് അറിയാവുന്ന നമ്മൾ അടുത്ത് കിടക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാക് സ്ട്രെയിറ്റ് തന്നെ നമുക്ക് തുടങ്ങാം. സ്ട്രെയിറ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ട്രെയിറ്റുകൾ. അപ്പൊ പാക് സ്ട്രെയിറ്റ് പഠിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ട്രെയിറ്റുകൾ എന്ന് പറയുന്നത് കൊമേഴ്സ്യലി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷിപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരു റെഡിങ് കാണുന്നുണ്ടല്ലോ, ഇറ്റ് ഈസ് ആക്ച്വലി ഷിപ്പിംഗ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഒരു പ്രധാനപ്പെട്ട ഒരു ഷിപ്പിംഗ് റൂട്ട് കൂടിയിട്ടാണ് ഈ പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്ട്രെയിറ്റിലേക്ക് ഞാൻ വരുന്നു, ബേറിംഗ് സ്ട്രെയിറ്റ്. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ, ബേറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇവിടെ ഒന്ന് ബേറിംഗ് കടൽ, ഓക്കെ, ബേറിംഗ് കടല്. മറ്റൊന്ന് ചുക്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ബേറിംഗ് കടലാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇത് ബേറിംഗ് കടലാണ്. തൊട്ട് മുകളിലുള്ള കടലിന്റെ പേരാണ് ചുക്ചി സി അല്ലെങ്കിൽ ചുക്ചി കടൽ എന്ന് പറയുന്നത്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു ഭാഗമാണ്, ഇത്രയും ഭാഗമാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബേറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബേറിംഗ് സ്ട്രെയിറ്റ് ശ്രദ്ധിച്ചോണേ, ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒന്ന് റഷ്യ, ഇതാണ് റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, റഷ്യയും അതേപോലെ തന്നെ യു എസിന്റെ ഭാഗമായിട്ടുള്ള അലാസ്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് ബേറിംഗ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതിനർത്ഥം ഈ പറഞ്ഞ ബേറിംഗ് സ്ട്രെയിറ്റ് റഷ്യയും യു എസിനെയും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, റഷ്യയും നോർത്ത് അമേരിക്കയും തമ്മിലെ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബേറിംഗ് സ്ട്രെയിറ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം, നമ്മൾ ചോദ്യം തുടങ്ങിയത് ഈ ചോദ്യത്തിൽ നിന്നായിരുന്നു അല്ലെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രെയിറ്റ് സെപ്പറേറ്റ്സ് റഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക? ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, ഇറ്റ് ഈസ് ബേറിംഗ് സ്ട്രെയിറ്റ്. ഇപ്പൊ നമ്മൾ കണ്ടേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് ആദ്യം തന്നെ ആ ടെക്നിക്കൽ ടേം, ജോഗ്രഫിക്കലി എന്താണ് ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾക്ക് പിടുത്തം കിട്ടി. ഓക്കെ, സോ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഇങ്ങനെയൊക്കെ ചോദ്യം വരാം, ഈ രണ്ട് കടലുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഏതാണ്? അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഏതാണ്? അല്ലെങ്കിൽ ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ സ്ട്രെയിറ്റ് ഉണ്ട്, ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് തന്നിട്ട് ഇത് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇങ്ങനെ പല തരത്തിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരാം. ഇപ്പൊ പാക് സ്ട്രെയിറ്റും ബേറിംഗ് സ്ട്രെയിറ്റും ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഓപ്ഷനിൽ നമുക്ക് മെഗലൻ സ്ട്രെയിറ്റ് ഉണ്ട്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ നോക്കും. അടുത്ത നമുക്ക് മെഗലൻ സ്ട്രെയിറ്റ് തന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ മെഗലൻ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലാണ്. ശ്രദ്ധിച്ചോണെ, കോണ്ടിനെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട, സൗത്ത് അമേരിക്ക ഓർത്ത് വെച്ചോണെ, സൗത്ത് അമേരിക്ക. ഓക്കെ, സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ചൈൽ അല്ലെങ്കിൽ ചിലി എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന രാജ്യം. ഈ ചിലി രാജ്യത്തിലാണ് മെഗലൻ സ്ട്രെയിറ്റ് എന്ത് ചെയ്യുന്നത്? മെഗലൻ സ്ട്രെയിറ്റ് ഉള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രാജ്യത്തിൽ തന്നെ ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഉണ്ടാവും. അപ്പൊ മെഗലൻ സ്ട്രെയിറ്റ് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലിയിലാണ്. ഓക്കെ,
അപ്പൊ മെഗലൻ സ്ട്രെയിറ്റ് ബന്ധിപ്പിക്കുന്ന രണ്ട് കടലുകൾ ഏതൊക്കെയാണ്? ഒന്ന് പസഫിക് ഓഷ്യനും അതേപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യന്റെ സദേൺ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നും വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണേ. ഇതാണ് മെഗലൻ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ചിലി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിലാണ് ഈ മെഗലൻ സ്ട്രെയിറ്റ്. സോ ഇവിടെയാണ് പസഫിക് ഓഷ്യൻ, ഇവിടെയാണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഈ പസഫിക് ഓഷ്യനെ നമ്മൾ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട്, ഇതാണ് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ മെഗലൻ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെഗലൻ സ്ട്രെയിറ്റ് ശ്രദ്ധിക്കുക. ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടെയാണ്? ചിലി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്താണ് മെഗലൻ സ്ട്രെയിറ്റ് ഉള്ളത്. അടുത്ത സ്ട്രെയിറ്റിലേക്ക് പോകുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, കറണ്ട് അഫയർ റിലേറ്റഡ് ആണ് ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് രണ്ട് പ്രധാനപ്പെട്ട കടൽ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഒന്ന് ഗൾഫ് ഓഫ് പേർഷ്യയും ഗൾഫ് ഓഫ് ഒമാനിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഏഷ്യയിലാണ്. ഓർത്തു വെച്ചോണേ, ഏഷ്യയിലാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഒന്ന് ഒമാനും മറ്റൊന്ന് ഇറാനുമാണ്. അപ്പോൾ ഒമാനും ഇറാനും ഇടയിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇറാനാണ്, മുകളിലെ ഭാഗം ഇറാനാണ്. തൊട്ട് താഴെ കാണുന്നത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തൊട്ട് മുകളിലുള്ള ഈ ഭാഗം ഒമാന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. ഒമാൻ എന്ന് പറഞ്ഞ ആക്ച്വലി താഴെയാണെങ്കിൽ കൂടിയും ഈ ഒരു ചെറിയൊരു പെനിൻസുല എന്ന് പറയുന്നത് ഒമാന്റെ കയ്യിലാണ്. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഒമാൻ. ഇറാനും ഒമാനും ഇടയിലുള്ള സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ജോയിൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണേ, ഗൾഫ് ഓഫ് പേർഷ്യ, പേർഷ്യൻ ഗൾഫ് ആണ് ഇവിടെ കിടക്കുന്നത്. തൊട്ട് താഴെ ഗൾഫ് ഓഫ് ഒമാനും കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് സ്ട്രെയിറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഓപ്ഷനിലെ 4 നമ്മൾ കണ്ടു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തത് മലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ്. മലാക്ക സ്ട്രെയിറ്റ് വീണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ്. സോ ഇത് മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ആണ്. കടലിടുക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റിന്റെ മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ കടലിടുക്ക്, പാക്ക് കടലിടുക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കടലിടുക്കില് ഈ മലാക്ക കടലിടുക്കിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓഷ്യൻ അല്ലെങ്കിൽ കടൽ ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ആൻഡമാൻ സീ ആണ്, ഇന്ത്യൻ ഓഷ്യന്റെ ആൻഡമാൻ സീയും മറ്റൊന്ന് പസഫിക് ഓഷ്യനിലെ സൗത്ത് ചൈന സീയും തമ്മിലാണ് ഈ പറഞ്ഞ മലാക്ക സ്ട്രെയിറ്റ് എന്ത് ചെയ്യുന്നത്, മലാക്ക സ്ട്രെയിറ്റ് ബന്ധിപ്പിക്കുന്നത്. ഈ മലാക്ക സ്ട്രെയിറ്റ് പറയുമ്പോൾ തന്നെ മലാക്ക സ്ട്രെയിറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയും മലേഷ്യയും തമ്മിലാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ മലാക്ക കടലിടുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. മലാക്ക കടലിടുക്ക് ഇന്തോനേഷ്യയും മലേഷ്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ട് ഓഷ്യൻ ഭാഗം അല്ലെങ്കിൽ കടൽ ഭാഗങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് അല്ല യോജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ചോണേ. അടുത്തത് സുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, ആക്ച്വലി സുണ്ട സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യക്ക് ഉള്ളിൽ കാണപ്പെടുന്ന ഒരു സ്ട്രെയിറ്റ് ആണ്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞുള്ള രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് ജാവ കടലിനെയും ജാവ സീനെയും ഇന്ത്യൻ ഓഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ഇതാണ് ജാവ സീ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇന്ത്യൻ ഓഷ്യനും നമ്മൾ കിടക്കുന്നുണ്ട്. ഇതാണ് സുന്ദ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്തോനേഷ്യയിലാണ് ഈ പറഞ്ഞ സുന്ദ സ്ട്രെയിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തോണെ, സുന്ദ സ്ട്രെയിറ്റ് ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? നമുക്ക് ഓപ്ഷൻസ് തരാം, അതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇന്തോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജാവ കടലിനെയും ഇന്ത്യൻ ഓഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ആണ്, കടലിടുക്കാണ് സുന്ദ കടലിടുക്ക് എന്ന് പറയുന്നത്. അടുത്ത കടലിടുക്കിലേക്ക് നമുക്ക് പോവാം. ബാബ് എൽ മന്ദേബ് കടലിടുക്ക്, വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഹോർമൂസ് സ്ട്രെയിറ്റ് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ബാബ് അൽ മന്ദേബ് എന്ന് പറയുന്നത്, ബാബ് അൽ മന്ദേബ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. ഒന്ന് യമൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യവും മറ്റൊന്ന് ദിജിബൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യവും. ഇതാണ് ദിജിബൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം. തൊട്ട് മുകളിൽ കിടക്കുന്ന യമൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം. ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു കടലിടുക്കാണ് ബാബ് അൽ മന്ദേബ് എന്ന് പറഞ്ഞിട്ടുള്ള കടലിടുക്ക്. ഏതെല്ലാം രണ്ട് കടലുകളെ തമ്മിലാണ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോണം. പ്രധാനമായും ബാബ് അൽ മന്ദേബ് ബന്ധിപ്പിക്കുന്ന വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് ഒന്ന് റെഡ് സീ. ഓക്കെ, റെഡ് സീയും തൊട്ട് താഴെ ഗൾഫ് ഓഫ് ഏദനുമാണ്. ഇതാണ് റെഡ് സീ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. റെഡ് സീ കിടക്കുന്നുണ്ട്.
ഇതാണ് ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതായത് രണ്ട് കടൽ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, റെഡ് സീയും ഗൾഫ് ഓഫ് ആദനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബാബ് അൽ മാന്ദേബ്. രണ്ട് രാജ്യങ്ങൾ, ഏതൊക്കെ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു? യമനിനെയും ജിബൂട്ടിയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ബാബ് അൽ മാന്ദേബ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്ട്രേറ്റിലേക്ക് പോകാം. അടുത്ത കടലിടുക്ക് മൊസാംബിക് സ്ട്രേറ്റ് അല്ലെങ്കിൽ മൊസാംബിക് കടലിടുക്ക് എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ഒരു രാജ്യത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിലാണ് ഈ പറഞ്ഞ മൊസാംബിക് സ്ട്രേറ്റ് കാണപ്പെടുന്നത്. നോക്കിക്കോണേ, രണ്ട് രാജ്യങ്ങളെ തമ്മിൽ തന്നെ ഇത് വേർതിരിക്കുന്നുണ്ട്. ഒന്ന് മൊസാംബിക്, ആ പേര് പോലെ തന്നെ മൊസാംബിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗവും, ഒപ്പം തന്നെ ശ്രദ്ധിച്ചോണെ മെഡഗാസ്കറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഈ പറഞ്ഞ മൊസാംബിക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചാൽ മൊസാംബിക് സ്ട്രേറ്റ്. ഓക്കെ, ഏത് കടലിലാണ്? ഇന്ത്യൻ ഓഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യൻ ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രേറ്റ് ആണ് മൊസാംബിക് സ്ട്രേറ്റ്. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ഈ പറഞ്ഞ സ്ട്രേറ്റ് തന്നിട്ട് ഏത് കടലിലാണ്, ഏത് പ്രധാനപ്പെട്ട ഓഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ മൊസാംബിക് സ്ട്രേറ്റ്. അടുത്ത സ്ട്രേറ്റ് ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രേറ്റ് ആണ്. ഇത് ഓസ്ട്രേലിയയിലുള്ള ഒരു സ്ട്രേറ്റ് ആണ് ഈ പറഞ്ഞ ബാസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലെ മെയിൻ ഓസ്ട്രേലിയൻ ലാൻഡിനെയും ഓസ്ട്രേലിയക്ക് തൊട്ട് താഴെ കിടക്കുന്ന ടാസ്മേനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമുണ്ട് കേട്ടോ. ഇതാണ് ടാസ്മേനിയൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലുള്ളിൽ തന്നെയാണ്. ഈ പറഞ്ഞ മെയിൻ ഓസ്ട്രേലിയൻ ലാൻഡിനെയും ടാസ്മാനിയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കടലിടുക്കാണ് ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രേറ്റ്. ഇതാണ് ബാസ് സ്ട്രേറ്റ്. ഈ ബാസ് സ്ട്രേറ്റ് രണ്ട് പ്രധാനപ്പെട്ട കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഒന്ന് ടാസ്മാനിയം സീനെയും സൗത്ത് സീനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ ബാസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചോണേ. ഓസ്ട്രേലിയയിലാണ് ഈ ബാസ് സ്ട്രേറ്റ് കാണപ്പെടുന്നത്. ദെൻ ബോസ്ഫറസ് സ്ട്രേറ്റ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സ്ട്രേറ്റ് ആണ് ലോകത്തിലെ. ടർക്കി എന്ന രാജ്യത്തിലാണ് ഈ ബോസ്ഫറിക് സ്ട്രേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇത് ശ്രദ്ധിക്കുക. ഈ ബോസ്ഫറിക് സ്ട്രേറ്റിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഈ ടർക്കിയുടെ രാജ്യത്തിന്, ടർക്കി ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്പിലുമായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഈ ഒരു ബോസ്ഫറസ് സ്ട്രേറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഏഷ്യക്കും യൂറോപ്പിനും ഇടയിലുള്ള കടലെടുക്ക്, ടർക്കിയിലുള്ള കടലെടുക്ക്, അതും ഈ ഒരു കാര്യത്തിന് വളരെ ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ടർക്കിയാണ്. ഇപ്പൊ രണ്ട് കടലുകളെ, രണ്ട് കടൽ ഭാഗങ്ങളെ തമ്മിൽ, സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്ന് ബ്ലാക്ക് സീ ആണ്. മുകളിൽ ബ്ലാക്ക് സീയും തൊട്ട് താഴെ സീ ഓഫ് മർമറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഓക്കെ, ടർക്കിയിലാണ്. ഇവിടെയും ടർക്കിയാണ്, ഇതും ടർക്കി തന്നെയാണ്. അപ്പൊ ടർക്കി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിലാണ് ഈ ബോസ്ഫറസ് സ്ട്രേറ്റ് സ്ഥിതി ചെയ്യുന്നത്. സോ ബോസ്ഫറസ് സ്ട്രേറ്റ് ബന്ധിപ്പിക്കുന്ന രണ്ട് കടൽ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓഷ്യൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ബ്ലാക്ക് സീയും അതേപോലെ തന്നെ സീ ഓഫ് മർമറ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിനെയാണ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ടർക്കിയിലാണ് കേട്ടോ ഈ ബോസ്ഫറസ് സ്ട്രേറ്റ്. ദെൻ ഡേവിസ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രേറ്റ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഗ്രീൻലാൻഡ് ആൻഡ് കാനഡ. കാനഡ രാജ്യത്തിനും ഗ്രീൻലാൻഡിനും ഇടയിൽ ഉള്ള ഒരു സ്ട്രേറ്റ് ആണ്. കാനഡ ഇവിടെ കിടക്കുന്നുണ്ട്, ഗ്രീൻലാൻഡ് ഈ ഭാഗത്തുണ്ട്. ഇതാണ് ഡേവിസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഡേവിസ് സ്ട്രേറ്റ് ആക്ച്വലി ബന്ധിപ്പിക്കുന്ന രണ്ട് കടൽ ഭാഗങ്ങൾ, സമുദ്രഭാഗങ്ങൾ എന്ന് പറയുന്നത് ബെഫിൻ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേയും, ഈ ഒരു ഭാഗത്തൊക്കെയാണ് ബെഫിൻ ബേ എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, അതിനെയും തൊട്ട് താഴെയുള്ള അറ്റ്ലാന്റിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കാണ് ഡേവിസ് കടലിടുക്ക് അല്ലെങ്കിൽ ഡേവിസ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കടലെടുക്ക്. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഗ്രീൻലാൻഡ് ആൻഡ് കാനഡ. അപ്പൊ ഗ്രീൻലാൻഡിനും കാനഡയ്ക്കും ഇടയിലുള്ളത് സ്ട്രേറ്റ് ഏതാണ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബെഫിൻ ബേയിനെയും അറ്റ്ലാന്റിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രേറ്റ് ഏതാണ്? അങ്ങനെയൊക്കെ ചോദിക്കാം. ഡേവിസ് കടലെടുക്കാണ്. ദെൻ ഡെൻമാർക്ക് സ്ട്രേറ്റിലേക്ക് നമുക്കൊന്ന് വരാം. അപ്പൊ ഡെൻമാർക്ക് സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഐസ്ലാൻഡിനെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണേ, ഐസ്ലാൻഡിനെയും ഗ്രീൻലാൻഡ്, ഓക്കെ, മുകളിൽ ഗ്രീൻലാൻഡ് ആണ്, താഴെയാണ് ഐസ്ലാൻഡ് ആണ് കേട്ടോ. ഗ്രീൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന കടലെടുക്കാണ് ഇതാണ് ഡെൻമാർക്ക് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പേരിൽ നമ്മൾ ഈ ഡെൻമാർക്ക് സ്ട്രേറ്റ് എന്ന് കാണുന്ന സമയത്ത് പെട്ടെന്ന് ഡെൻമാർക്ക് എന്നുള്ള രാജ്യമൊക്കെ ഓർമ്മ വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഓർത്ത് വെക്കേണ്ടത് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തെയും ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തെയും. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഗ്രീൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ്. ഏതാണ്? ഡെൻമാർക്ക് സ്ട്രേറ്റ്. ഓക്കെ, സോ ഏതൊക്കെ കടലുകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നോർത്ത് അറ്റ്ലാന്റിക് ഓഷനെയും ആർട്ടിക് ഓഷനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇതാണ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ. ഈ ഭാഗമാണ് ഈ പറഞ്ഞ ആർട്ടിക് ഓഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ആർട്ടിക് ഓഷന്റെ ഭാഗമാണ്. അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്
ഡെൻമാർക്ക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സോ ഏറ്റവും അവസാനത്തെയാണ്, ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വീണ്ടും ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രെയിറ്റ് ആണ്, കടലിടുക്കാണ്. ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന് പറയുന്നത് രണ്ട് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. യൂറോപ്പിനെയും, ഇത് യൂറോപ്പാണ്, ഓക്കെ, യൂറോപ്പിനെയും ആഫ്രിക്കയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞത് ഈ ഒരു ഭാഗത്തുള്ള സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ആക്ച്വലി രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ സ്പെയിനും മൊറോക്കോ. സ്പെയിൻ എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ഒരു രാജ്യവും മൊറോക്കോ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ രാജ്യമാണ്. ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു ജിബ്രാൾട്ടർ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. രണ്ട് കടൽ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഇതാണ് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്. ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അപ്പൊ മെഡിറ്ററേനിയൻ കടലിനെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ ജിബ്രാൾട്ടർ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയില് ലോകത്തിലെ പ്രധാനപ്പെട്ട കടലിടുക്കുകൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയും കേരള ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയിലും എല്ലാം പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.